ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, സുഹൃത്തുക്കളെ, BKF-ൻ്റെ 3-ാം എഡിഷനിൽ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത്. ഇസ്ലാമിലെ ആത്മീയത ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്നും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ കുറേ പ്രഹസനങ്ങളാണെന്നും ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ മർമ്മം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുവന്യരായ ഷെയ്ഖുന മഹീസുന്ന പൊന്മുള ഉസ്താദിനോട് ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ഉസ്താദ്, ഈ തസവ്വുഫ് അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്, അതിന് ഇസ്ലാമിലെ സ്ഥാനം എന്താണ്? എങ്ങനെയാണ് ഇസ്ലാമിൽ തസവ്വുഫിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ സ്ഥാനം? ചില ആളുകൾ പറയുന്നു അത് ബുദ്ധന്മാരുടേതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിസത്തിൻ്റെതാണ്, ഇസ്ലാമിൽ അങ്ങനെ ഒരു ആത്മീയത ഇല്ല എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. എന്താണ് അതിൻ്റെ ഇസ്ലാമിലെ മർമ്മം എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തുക്കളായ സ്വഹാബാക്കളുമായി ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ആ കാര്യങ്ങളെല്ലാം അവരിൽ കൂടെ നിർഗളിച്ചു വരുന്നത് നബിതങ്ങൾ നേരിൽ കാണുകയും ചെയ്തു. അങ്ങനത്തെ ആ ജനങ്ങളാണ് ലോകത്തിന് മാതൃകയായി അല്ലാഹു തആല നിശ്ചയിച്ചത്. അവർക്കൊരു പേര് നൽകപ്പെട്ടു, സ്വഹാബി. അതുകൊണ്ട് ആ സ്വഹാബിൻ്റെ നിർവചനം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുഅ്മിനായ നിലക്ക് ഒരുമിച്ച് കൂടിയ ആളുകൾ. കൺട്രോളൊന്നുമില്ല, കാഴ്ചയില്ലാത്തവരും സ്വഹാബിനാവും. മുഅ്മിനല്ലാത്ത ആളുകൾ കണ്ടതുകൊണ്ട് കാര്യവുമില്ല. അപ്പം നബിയെ കണ്ട ആളുകൾ പലരുമുണ്ട്. പിന്നീട് അവർ മുസ്ലിമായി. നബിയെ കാണുന്ന സമയത്ത് മുഅ്മിനായി കണ്ടവരല്ല, അവരും സ്വഹാബി എന്ന് പെടൂല. പിന്നെ മുഅ്മിനായി തന്നെ അവർ മരിച്ചു പോകണം, മുർത്തദ്ദാൻ പാടില്ല എന്ന് പറയേണ്ടതുമില്ല. സ്വഹാബികളൊന്നും മുർത്തദ്ദാവൂല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഒരു പേരല്ലാതെ തസവ്വുഫിൽ നിന്ന് പിടിക്കപ്പെട്ട സൂഫി എന്ന പേരൊന്നും അന്നില്ല. സഹാബത്തിൻ്റെ കാലം കഴിഞ്ഞു. സഹാബത്തുമായി ബന്ധപ്പെട്ട രണ്ടാം കക്ഷികളാണ് താബീങ്ങൾ. അവരുടെ കാലത്ത് സഹാബാക്കളിൽ നിന്ന് അപ്പടി ദീനിൻ്റെ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ജീവിതത്തിൽ പകർത്തിയ ആളുകൾക്ക് മുത്തഖീങ്ങൾ എന്ന് പറയും. മുത്തഖി എന്നാണ് അന്നത്തെ ഇസ്ലാഹ്. പിന്നെ അവരിൽ പെട്ട ഒരാളായിരുന്നു അബൂ ഹാഷിം, താബിഈയാണ്. അബൂ ഹാഷിമി സൂഫി എന്നാണ് അദ്ദേഹത്തിന് പറയാം. അപ്പൊ ഈ സൂഫി എന്ന പേര് വന്നത് എന്ത്, എങ്ങനെ എന്ന നിലക്ക് പല അഭിപ്രായങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തസവ്വുഫിൻ്റെ വലിയ മുൻകാല ഗ്രന്ഥമാണ് അബൂ നഈമിൽ ഇസ്ബഹാനി എഴുതിയ 10 ജുസുകൾ വരുന്ന
സൂഫിത്തൻ്റെ ഒരു കിതാബുണ്ട്, അതിൻ്റെ പേര് ഹില്യത്തുൽ ഔലിയ. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നത് സൂഫി എന്ന് ഇയാൾക്ക് പേര് വരാൻ എന്താ കാരണം, അപ്പോ ഏതിൽ നിന്നാണ് ഈ സൂഫി എന്നത് വന്നത്, സൂഫ് എന്നതിൽ നിന്നാണെന്ന് ചിലർ പറഞ്ഞു. കരിമ്പടം എന്നല്ലേ സൂഫ് എന്നർത്ഥം. അപ്പോൾ ഒരു നല്ല അങ്ങനത്തെ വസ്ത്രം ധരിക്കൂല, കരിമ്പടം പോലത്തെ പരിവരിക്കാൻ വസ്ത്രമേ ധരിക്കുള്ളൂ. അതുകൊണ്ടാണ് സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറഞ്ഞു. അപ്പോൾ ചിലർ അതിന് ഇത്രാൾ പറഞ്ഞു. സൂഫി ആയവർ തന്നെ നല്ല വസ്ത്രവും ഒക്കെ ധരിക്കുന്നവരുണ്ടല്ലോ, പിന്നെ അവർക്ക് എങ്ങനെ സൂഫി വരാം? അപ്പോൾ വേറെ ചിലർ പറഞ്ഞു സൂഫി എന്നതിൻ്റെ ബാഹ്യർത്ഥാണ് കരിമ്പടം ധരിച്ച ആള് എന്നൊക്കെ അർത്ഥം പറയാം. അതല്ല ഉദ്ദേശം. ജീവിതത്തിൽ ഒരു പരിക്ക സ്വഭാവം, ലോലമായ ജീവിതമൊന്നുമല്ല എന്നർത്ഥത്തിലാണ് സൂഫി എന്ന് പറയുന്നത്. അങ്ങനെ വന്നപ്പോഴും അതിന് തർക്കം വന്നു. നല്ല മാർദ്ദവമായ നിരക്കുള്ള സുഖജീവിതം നയിച്ചവർ തന്നെ ശേഷം എത്രയോ സൂഫികൾ വന്നിട്ടുണ്ട്, അവർക്ക് ആ പേര് കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്, എല്ലാം കൂടി പറയുന്നത് ആവശ്യമില്ല. അവസാനം എന്താ പറഞ്ഞത്? ഇമാം സ്വാബി അദ്ദേഹത്തിന് കിതാബു സൈരി ഉസ്സുലൂക്ക് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണാം. 9-ാമത്തെ പേജാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണ് ഇത്? സഫായിൽ നിന്ന് മുസ്തഖാണ് പോന്നതാണ് സൂഫി. സഫാവ് എന്ന് പറഞ്ഞാൽ വെണ്മ, ഒരു കളങ്കവുമില്ലാത്ത തെളിവ് എന്നൊക്കെ പറയാം. അപ്പോ സൂഫിക്കുണ്ടാകേണ്ട ഒരു പ്രധാന സംഗതി ഇസ്തിഫാഉൽ മുആമലത്തി മഅല്ലാഹ്, അള്ളാഹുമായുള്ള ഇടപാട് തെളിഞ്ഞതാവുക, കളങ്കമറ്റതാവുക. വേറെ ആർക്കെങ്കിലും ബോധ്യപ്പെടാനോ കാണാനോ അവർ എന്നെപ്പറ്റി നല്ല വിചാരിക്കാനോ അങ്ങനത്തെ ഒരു ചിന്തയുമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ എനിക്ക് നല്ല സുഖലോലുപനായി ജീവിക്കാം, ആ ഉദ്ദേശത്തിന് ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാകുമല്ലോ, അതുമല്ല. പിന്നെന്താ? എൻ്റെ റബ്ബാണ് അള്ളാഹു, ഞാൻ അവൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള അടിമയാണ്. അപ്പം അടിമയായ ഞാൻ കളങ്കമറ്റുകൊണ്ടായിരിക്കണം റബ്ബിന് ചെയ്യേണ്ട ഹിദ്മത്ത്. ഹിദ്മത്ത് പറഞ്ഞാൽ ഇബാദത്താണ്. അതുകൊണ്ട് ഇസ്തിഫാഉൽ മുആമലത്തി മഅല്ലാഹ്, അള്ളാഹുമായുള്ള ഇടപാട് കളങ്കമറ്റതാവാൻ. അങ്ങനത്തെ ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹാഷിം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പേരിച്ചത്. അപ്പൊ ഇത് ഹിജ്റ 150 ശേഷമായി ഈ സൂഫി എന്നുള്ള പേര് വന്നത്. ആദ്യമായി അബൂ ഹാഷിം സൂഫി, പിന്നീട് ആ പേര് അങ്ങനെ പ്രസിദ്ധമായി. അപ്പൊ തസവുഫ് എന്ന് പറയുന്ന ഒരു ഫന്നും ഇങ്ങനത്തെ ആളുകൾ സൂഫി എന്ന പേരും എപ്പോഴാണ്? ഹിജ്റ 150 ശേഷമാണ്. അതേ അർത്ഥം വരുന്നത്. അതിൻ്റെ മുമ്പ് വേറെ ഉണ്ട്, കൊണ്ട് പറയാം. ഈ തസവൂഫ് മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്, മറ്റുള്ള സംസ്കാരങ്ങളാലും മതങ്ങളാലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരാരോപണമുണ്ട്. അതിൻ്റെ തെളിവായിട്ട് ഈ ആരോപകർ പറയുന്നത് സൂഫിയത്ത് പറയുന്ന അദാത്തുൽ മുത്തലക്ക, സിഫത്തൊന്നുമില്ലാത്ത ബഹ്തായ ദാത്ത്, വെറും ദാത്ത്, ഇത് ഹൈന്ദവ വിശ്വാസികൾ പറയുന്ന നിർഗുണ പരബ്രഹ്മം എന്നതാണ്. അതുപോലെ സൂഫികൾ പറയുന്ന വഹദത്തുൽ വുജൂദ്,
ഇത് അദ്വൈതവാദമാണ്. ഫനാ എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസികൾ പറയുന്ന നിർവ്വാണമാണ്. ഇതെല്ലാം സൂഫിസം മറ്റു മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും കടമെടുത്തതാണ് എന്ന ഒരാരോപണമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദ് പറയുന്നത്? ആ പറഞ്ഞവർ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന തസവൂഫ് മനസ്സിലാക്കിയിട്ടില്ല. അവര് മറ്റുള്ളവർ പലതും പറഞ്ഞപ്പോ നമ്മൾ പറയുന്ന തസവൂഫും അതും ഒന്നാണ് എന്നോ, അല്ലെങ്കിൽ അവർക്ക് നേരത്തെ അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ കടമെടുത്താണെന്നൊക്കെ പറയുന്ന അബദ്ധങ്ങളാണ്. യഥാർത്ഥ സൂഫിസം, ആ സൂഫിസത്തിൽ ഇപ്പറഞ്ഞ സംഗതി ഒന്നുമില്ല. വഹദത്തുൽ വുജൂദ്, അത് എന്താണ്? ആ വഹദത്തുൽ വുജൂദിന്റെ അർത്ഥം സൂഫിയാക്കൾ പറയുന്ന വഹദത്തുൽ വുജൂദ് എവിടെയാണ്? അദ്വൈതവാദം എന്ന് പറയുന്ന ലലാലത്ത് വേറെ എവിടെയാണ്? വഹദത്തുൽ വുജൂദിന് അദ്വൈതവാദം എന്ന അർത്ഥം കൊടുക്കുന്നത് തന്നെ യഥാർത്ഥമായ അർത്ഥമല്ല, അവർ സങ്കല്പിച്ച അർത്ഥമാണ്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ പഴയ കാലത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അദ്വൈതവാദക്കാർ, അവതാരവാദം, ദൈവത്തിൻ്റെ അവതാരമാണ്. അവരും ചിലപ്പോ ദൈവങ്ങളായി കാണുന്ന മറ്റു വസ്തുക്കൾ എന്നാണ് അവരുടെ വാദം. ഇപ്പൊ ജൂതന്മാർ, അതുപോലെ ക്രിസ്ത്യാനികൾ, അവരൊക്കെ ഇങ്ങനെ വാദിക്കുന്നവരാ. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ, യേശു എന്നവർ പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നവർ പറയുന്നു. പക്ഷെ അവരുടെ യാഥാർത്ഥ്യ വിശ്വാസം ദൈവം അവതരിച്ചിട്ടുണ്ട് യേശുവിൽ. അപ്പൊ ദൈവാവതാരമാണ് യേശു. ജൂതന്മാർ ഇതേപോലെ ഉസൈർ ഇബ്നുല്ലാ എന്ന് പറയുന്നവരാണ്. അവരും പറയുന്നത് ഉസൈറിൽ ദൈവത്തിൻ്റെ അവതാരം ഉണ്ട്. ഇന്നത്തെ ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ ഈ അവതാരമാണ്. അവർ ദൈവങ്ങളായി പറയുന്ന ധാരാളം സംഗതികൾ, വസ്തുക്കൾ ഉണ്ട്. അതിലൊക്കെ ദൈവാവതാരമാണെന്നാണ് അവരുടെ വാദം. നമ്മൾ പറയുന്ന വഹദത്തുൽ വുജൂദും ഈ പറഞ്ഞ അവതാരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല. തബായിനു കുല്ലി, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സൂഫിയാക്കൾ പറയുന്ന വഹദത്തുൽ വുജൂദ്, വുജൂദിന്റെ വഹദത്ത് എന്നാണ് അർത്ഥം, ഉണ്ടാകുക. അത് ഒരേ ഒരു വസ്തുവേ യഥാർത്ഥത്തിൽ ഉള്ളൂ. അല്ലാത്ത വസ്തുക്കൾ ഈ ലോകത്ത് കാണുന്ന ഒന്നിനും നിലനിൽപ്പില്ല. അത് അള്ളാഹു എപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു അപ്പം ഉണ്ടാക്കി, എപ്പോൾ അതില്ലാക്കാൻ ഉദ്ദേശിച്ചു നശിപ്പിച്ചു അപ്പം അത് പോയി. അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിനെ ആരും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആർക്കും ഇല്ലാതാക്കാനും കഴിയില്ല. അപ്പൊ വുജൂദ് ഒന്ന്, ഒറ്റ വുജൂദ് എന്ന് പറയാൻ പറ്റുന്നവൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വസ്തുക്കൾക്കൊക്കെ ദില്ലിയായ വുജൂദ് എന്ന് പറയാം. ഇപ്പൊ ഈ ലൈറ്റെല്ലാം കൂടി കത്തുമ്പോ നമ്മുടെ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ലൈറ്റ് മാറുന്നതനുസരിച്ച് നിഴല് മാറും. അതേപോലെയാണ് ലോകത്ത് അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വുജൂദ്. അള്ളാഹ് ഉദ്ദേശിച്ച പോലെ. നമ്മളൊരു കാലത്ത് ചെറുപ്പക്കാരനായിരുന്നു, നിങ്ങളെപ്പോലെ ഞാൻ മുത്താലിമായിരുന്നു, പഠിച്ചിരുന്ന ആൾ. ഇപ്പം ഞാൻ വയസ്സനായില്ലേ. ഇങ്ങനതൊക്കെ വ്യത്യാസങ്ങളില്ലേ? ഈ വ്യത്യാസങ്ങൾ അള്ളാഹു
സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും വരുത്തുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പും വജൂദും അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ ആശ്രയിച്ച് നിൽക്കുക. അള്ളാഹ് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, ഇല്ലാതാവും. അതിന് പുതിയത് എന്ന് വെച്ചാൽ പുതിയതാവും. കാലങ്ങൾ കുറെ ഒന്ന് പഴകിയാൽ പിന്നെ പഴയതായി. ഒരു കാലത്ത് ചെറുപ്പക്കാരനായവൻ പിന്നെ ഒരു കാലത്ത് വയസ്സനായി. ഇങ്ങനെ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും. അള്ളാഹുവിൽ അങ്ങനത്തെ മാറ്റങ്ങളില്ല. അപ്പൊ യഥാർത്ഥ വജൂദ് ഒന്നിലേക്കും ആശ്രയിച്ച് നോക്കാത്ത അതുണ്ട് എന്ന് പറയാൻ പറ്റിയവൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ഒന്നിനും യഥാർത്ഥ വജൂദില്ല. അതാണ് അവർ പറയുന്ന വഹദത്തുൽ വജൂദിന്റെ അർത്ഥം എന്നല്ലാതെ അദ്വൈതവാദമേ അല്ല. സാധുവർകൾ പറഞ്ഞു വന്നത് അദ്വൈതവാദവും വഹദത്തുൽ വജൂദ് അഥവാ വസ്തുക്കളുടെ സത്തയുടെ ഏകത്വം എന്ന് പറയുന്നത്, സത്തയുടെ ഏകത്വം അഥവാ വഹദത്തുൽ വജൂദ് എന്ന് സൂഫിയാക്കൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉണ്മ, അവൻ്റെ ദാത്ത്, അതാണ് പരമമായി ഉള്ളത്. അത് നേരത്തെ ഉള്ളതും ആരും ഉണ്ടാക്കിയതൊന്നും അല്ല. എന്നാൽ മറ്റു സൃഷ്ടിചരാചരങ്ങളുടെ ഉണ്മ എന്ന് പറയുന്നത് താൽക്കാലികമാണെന്നും അള്ളാഹു നൽകിയതാണെന്നും അവകൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതാണെന്നും എന്ന ബോധത്തിൽ നിന്ന് സൂഫിയാക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദാവലിയാണ് വഹദത്തുൽ വജൂദ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ വസ്തുക്കളിലെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സത്ത ഇറങ്ങുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലല്ല വഹദത്തുൽ വജൂദ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇഹ്സാൻ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവരിച്ചിട്ടുണ്ടല്ലോ. ഈ ഇഹ്സാൻ എല്ലാവർക്കും നിർബന്ധമാണോ? അതുപോലെ ഈ ഇഹ്സാൻ ലഭ്യമാകാനുള്ള മാർഗം അത് ത്വരീഖത്ത് എന്നൊരു മാർഗം മാത്രമാണോ? ത്വരീഖത്ത് ഇല്ലാതെ ഒരാൾക്ക് ഇഹ്സാൻ ഉണ്ടാകുമോ? ഇഹ്സാൻ എന്നത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു. നീ അള്ളാഹുവിന് ആരാധന നടത്തുന്നതൊക്കെ അവനെ കണ്ട് ചെയ്യുന്നത് പോലെ ആകണം. യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ല. അതാ ഫഇല്ലം തകുൻ തറാഹു, നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാഖ്, അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. വലിയ കച്ചവടക്കാർ വീടിൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്, പക്ഷേ അയാളുടെ കച്ചവടപ്പീടികയിൽ നിന്നെല്ലാം ക്യാമറകൾ വശമുണ്ട്. അപ്പം അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ അബൂദാബിയിലെ കടയിൽ ഒരാൾ ഒരു പക്കറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ പോവാ, കട്ടുപോവാ. അവിടുത്തെ പണിക്കാരും ശ്രദ്ധിച്ചില്ല. ഇയാൾ ഇവിടുന്ന് കണ്ടു. അപ്പം ബോംബ് വിളിച്ചു, ഇജ്ജ് എടുക്കാൻ നോക്കണേ, പീടികയിൽ നിന്ന് ഒരു പക്കറ്റ് കൊണ്ടുകൊണ്ട് നീ കണ്ട? കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു തരാം ബെഡ്റൂമിൽ നിന്ന്. അപ്പോഴും അയാൾ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ ആകുമ്പോൾ ഏത് പണിക്കാരനും നല്ല ആത്മാർത്ഥമായി പണിക്കും. കാരണം എന്നെ അങ്ങോട്ട് കാണുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെന്നുള്ള ബോധം അവനെടുക്കണ്ട എന്ന പോലെയാണ് പറഞ്ഞത്. ഈ അവസ്ഥയിലായിരിക്കണം മനുഷ്യരുടെ ഇബാദത്ത്. അത് മനുഷ്യൻ്റെ പരിപൂർണതക്ക് ആവശ്യമായ സംഗതിയാണ്. അതാണ് ഇഹ്സാൻ വാജിബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദീനിൻ്റെ പരിപൂർണതക്ക് വാജിബ് എന്നാണ്. നീ മുഅ്മിനാണെങ്കിൽ തന്നെ ആ വഴി എത്തണം എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരാളിപ്പോൾ ദീനിലേക്ക് കടന്നു വരാം, അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയാൻ പറഞ്ഞു. അതോ പറഞ്ഞു ഫക്കാന മുസ്ലിമ അല്ലെ ഫക്കാന മുഅ്മിന. പക്ഷെ എന്താ ഇഹ്സാൻ ആ സംഗതി ഒന്നും അറിയണമെന്നില്ല. എന്നാ മുഅ്മിനായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവൻ മുഅ്മിൻ തന്നെയാണ്.
അപ്പൊ ദീനിന്റെ പരിപൂർണതക്കാണ് റസൂലുള്ളാഹി പറഞ്ഞ ഇഹ്സാൻ. ദീനിന്റെ അസുലിയായ വജൂദിനല്ല. അതാണ് ഇഹ്സാൻ വാജിബ് അല്ലെങ്കിൽ തരീഖത്ത് വാജിബ് എന്നൊക്കെ ചിലർ പറയും. ആ ഉജൂബിന്റെ മാന ശറയ്യായ ഉജൂബ്, ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരനാവും എന്ന മാനാക്കുള്ള ഉജൂബല്ല. ഒരു കാര്യം നടക്കണമെങ്കിൽ ഈ കാര്യം അനിവാര്യമാണ്. അതിനും എന്ത് പറയും? ഉജൂബ് പറയും. ചിലപ്പോൾ അതുമല്ലാത്തതിന് പറയും ഫായിന് റഫയിൽ ഉജൂബാണ്. അപ്പോൾ ഫായിലിന് ലറബ സെയ്തൻ പറഞ്ഞു, ഫായിലിന് സെയ്ദുന്ന് എന്ത് ചെയ്തില്ല, എന്നാ കുറ്റക്കാരനാവും ആഖിറത്തിൽ ഇല്ല. അപ്പൊ ശറയ്യായ ഉജൂബല്ല ഉജൂബ്. അത് നമ്മുടെ ഓരോ നിയമത്തിനനുസരിച്ചുള്ള ഉജൂബ. ആ നിയമപ്രകാരം അങ്ങനെ റഫേ ചെയ്ത് പറയൽ അനിവാര്യമാണ്. നസ്മ ചെയ്യണമെങ്കിൽ അത് മഫ്ഊലാവുമ്പോൾ ലറബത്തു സയ്യിദൻ, അവിടെ സയ്യിദുൻ എന്ന് പറയാൻ പാടില്ല. അഥവാ പറഞ്ഞാൽ ആഖിറത്ത് സൂക്ഷിക്കപ്പെടുമോ? അതൊന്നുമില്ല. ആ ഉജൂബിനെ വേറെ ഉജൂബ. ഉജൂബ് എന്ന് പറയുമ്പോഴേക്കിന് ഒരൊറ്റ മായന മനസ്സിലാക്കിയിട്ട് അതാണ് വെച്ചുകൂട്ടാൻ പ്രയാസമാണ്. അതാണ് ഇപ്പോൾ അവിടെ ചിലർക്ക് പറ്റിയ അബദ്ധം. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഉജൂബ് ഈമാൻ ശരിയാകണമെങ്കിൽ, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഇഹ്സാൻ തന്നെ ഉണ്ടാകണം. അതില്ലെങ്കിലും മുഅ്മിനായില്ല, മുസ്ലിം ആയില്ല എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥത്തിനുള്ള ഉജൂബല്ല. അവൻ്റെ ദീനി സമ്പൂർണ്ണമാകണമെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തും നേരത്തെ നമ്മൾ പറഞ്ഞ ആ വെണ്മതുണ്ടല്ലോ, ഇസ്തിഫാഉൽ മുആമലത്തി മഅല്ലാഹ്, അത് തന്നെ ഇപ്പറഞ്ഞു. ഇഹ്സാൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. ഇഹ്സാനും തസവുഫും ഉദ്ദേശപരമായി രണ്ടും അർത്ഥം. അള്ളാഹിലുള്ള ഇടപാട് കളങ്കമറ്റതാകാം, അതാണ് തസവുഫ്. ഇത് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ എന്ത് കാപ്പട്ടം ചെയ്താലും അതൊക്കെ റബ്ബ് നേരിട്ട് കാണും. അതുകൊണ്ട് കളങ്കമറ്റേ റബ്ബിന് ചെയ്യേണ്ട എല്ലാ ഇബാദത്തും ചെയ്തുകൂടൂ എന്ന ആ മനസ്ഥിതിയോടെ നീ ഇബാദത്ത് ചെയ്യാം. അപ്പം രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്നാണ്. അത് തന്നെയാണ് മുറാദ് ജമീ അസിയാഹി തരീഖത്ത്. തരീഖത്തിന്റെ ശൈഖുമാരെ ഒക്കെ ഉദ്ദേശം ബി തസ്ലീഖിഹിം, അവർ ജനങ്ങളെ കടത്തുന്നു. ബി തസ്ലീഖിഹിം നാസ, ജനങ്ങൾ അവർ കടത്തുന്നു. എന്തിലേക്ക്? അള്ളാഹുവിൻ്റെ സബീലിലേക്ക്, ഫീ സബീലിഹി. ആ കടത്തുന്നതിൻ്റെ ഉദ്ദേശം അൻയൂസിലൂഹും, അവർ ചേർക്കുക എന്നതാണ്. എവിടത്തേക്ക്? ഇലാ മക്കാമിൽ അമലി ബിൽ ഇഖ്ലാസ്, ചെയ്യുന്ന അമലൊക്കെ ഇഖ്ലാസോടുകൂടിയാകണം. കാര്യം അങ്ങനെ ചെയ്തു കൂട്ടിയാൽ പോരാ. അപ്പോൾ നിഷ്കളങ്ക മനസ്സോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി അവൻ ചെയ്യുന്ന ഇബാദത്തൊക്കെ ചെയ്യണം. ആ പരിധത്തിലേക്ക് മനുഷ്യരെ എത്തിക്കലാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശം. ഇതുകൊണ്ട് തെരീക്കത്ത് കൊണ്ട്. എന്നാൽ ആ തെരീക്കത്ത് കൊണ്ട് വേറെന്തോ ആക്കി നിൽക്കുന്നില്ല. അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒന്നാണ്. തസവുഫും അത് തന്നെ പറയണത്, ഇഹ്സാൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, തെരീക്കത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഉദ്ദേശം എല്ലാത്തിൻ്റെയും ഉദ്ദേശാർത്ഥം ഒന്നാണ്. പൂർവ്വകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ കാലത്ത് ഇഹ്സാൻ എന്ന് പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീത്ത് ജിബ്രീലിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്ന ആ ഇഹ്സാൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമായിട്ടാണ് തസവുഫ് രൂപപ്പെട്ടു വന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത്. അതായത് വിശ്വാസ ശാസ്ത്രമായിട്ടുള്ള അഖീദ, അത് ഈമാൻ എന്ന് പറയുന്ന ഹദീത്ത് ജിബ്രീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച അതിൻ്റെ വിശദീകരണമാണ്. അതുപോലെ തന്നെ ഫിഖ്ഹ് എന്ന് പറയുന്നത് ഇസ്ലാം കാര്യങ്ങളുടെ വിശദീകരണമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ജ്ഞാന ശാഖയാണെങ്കിൽ, പരിശുദ്ധമായ ഇഹ്സാനിൻ്റെ വിശദമായ രൂപങ്ങളാണ് തസവുഫ്, തരീഖത്ത് എന്നൊക്കെ രൂപത്തിൽ രൂപപ്പെട്ടു വന്നത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ
തസവൂഫ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആത്മസത്തയാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വരുന്നയാൾക്ക് അതിൻ്റെ ആത്മസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും അയാൾ മുസ്ലിമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇസ്ലാമിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും അറിവും എല്ലാം വെച്ച് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്ന ഒരു മഹത്തായ കവാടമാണ് ആത്മീയത എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ത്വരീക്കത്ത് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശൈഖിനെ ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്നാണോ ഉസ്താദ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, മിക്കവാറും കഴിയില്ല. വാലിബൻ എന്നാണ് ഉലമാ പറയുന്നത്. ഇതില്ലാതെയും ചെന്നെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫിഖ്ഹ് നന്നായി പഠിച്ച ഒരാൾ കർമ്മശാസ്ത്രത്തിൽ ഏത് വിഷയവും അവനറിയാം. അപ്പം അവൻ്റെ അമലുകളൊക്കെ ചെയ്തു, അറിയാത്തൊന്നുമില്ല. എങ്ങനെ ചെയ്തു? നിഷ്കളങ്കമായി അവൻ ചെയ്തു. വേറെ ആളുകൾ കാണലോ, ആളുകൾ അവനെ സ്തുതിക്കലോ, അവനെ മധുഹി പറയലോ, അങ്ങനത്തെ ഒരു സംഗതിയും അവനില്ല. ജനങ്ങളെ കണ്ടപ്പോ എന്നാ ഞാൻ അമൽ ചെയ്യണ്ടെന്ന് വെച്ചോ, അതുമില്ല. അതാണ് അമലുല്ലി അജലിന്നാസി ശിർക്കുൻ തെർക്കുഹൂലിന്നാസി ദാക്കഹുവൽ ബലാഉ സുബ്ഹലല. നമ്മളെ ഇത് അദ്കീൽ പറഞ്ഞല്ലോ. അപ്പൊ ജനങ്ങളെ കാണാൻ വേണ്ടിയല്ല, എന്നാ ജനങ്ങൾ എൻ്റെ അമലൊന്നും കാണണ്ട, അതുകൊണ്ട് അമൽ ചെയ്യേണ്ടെന്ന്, അതുമല്ല. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അപ്പം പിന്നെ ഷെയ്ഖിന് ആവശ്യമില്ല. പക്ഷെ മിക്കവാറും ആൾക്ക് ഇത് കഴിയില്ല എന്ന് പറയാൻ കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു തആല ഒരു വെച്ച സംഗതിയാണ് അവൻ്റെ ദേഹേച്ഛ. ദേഹേച്ഛക്ക് പൂർണ്ണ അനുകൂലത്തിൽ നിൽക്കണ ശൈത്താന്. അതുകൊണ്ട് വഹാലിഫിൻ നഫ്സ വശൈത്താന ഫഅസിഹിമ. നമ്മളെ ബുദ്ധിയിൽ പറഞ്ഞില്ലേ, നഫ്സിനും ശൈത്താനും കീഴ്പ്പെടണ്ട. അപ്പൊ ഈ ഹവൻ നഫ്സ് എപ്പോഴും മനുഷ്യന് ഇങ്ങനെ ഉണ്ടാവും. അപ്പോ എന്തെങ്കിലും ദുർഗുണങ്ങളിലൂടെ മനുഷ്യനെ ഇങ്ങനെ നടത്തും. അപ്പൊ അവൻ്റെ നിഷ്കളങ്കത എവിടെ പോവും? കളങ്കമറ്റ് ചെയ്യാൻ അപ്പൊ കഴിയാതെ വരും. അതൊന്ന് ഷെയ്ഖിനെ നമ്മൾ സമീപിച്ചാൽ ആ ഷെയ്ഖ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടിരിക്കും ഓരോ സമയത്ത്. അപ്പൊ നമ്മളെ കളങ്കത അവിടെ നിന്നും വരൂല, പിന്നെ നാലയലത്ത് പോലും വരൂല. അപ്പൊ അവർക്ക് ഒരു ഷെയ്ഖിൻ്റെ നോട്ടം വേണ്ടി വന്നു. അമ്പിയാവിന് അതിൻ്റെ ആവശ്യമില്ല. അതാണ് അമ്പിയാക്കന്മാർക്ക് ഇങ്ങനെ അവർ ഹൽവത്തിൽ അവർ സ്വന്തമായി തനിച്ചിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നലുകളായി വന്നതടക്കം വഹീൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെടുന്നു പറയാൻ കാരണം എന്താ? അല്ലാത്ത മനുഷ്യർക്കുള്ള തോന്നലുകളൊന്നും വഹയല്ല. ദിവ്യ സന്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ദിവ്യത്വം പൈശാചികമായി ഉണ്ടാകാം. നമ്മൾ ഹൽവത്തിൽ വേറെ ആരുമില്ല, നമ്മൾ ഏകാന്തതയിലിരിക്കുമ്പോൾ ഏകാന്തത പെട്ടെന്ന് ആര് പറ്റിയെടുക്കും? നമ്മളെ ഏകാന്തത പിശാച്ച് അതിൽ കടന്നു വരും. അപ്പം പിശാച്ച് എപ്പോഴും ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം ഈ സാധു വിവരമില്ലാത്തവനാണെങ്കിൽ ഓ മനസ്സിലാക്കും ഇത് അള്ളാഹുവിൽ നിന്നുള്ള കശ്ഫാണ്. യഥാർത്ഥത്തിൽ പൈശാചികമായ ദുർബോധനമാണ് ഉണ്ടായത്. അതാണ് കശ്ഫിൻ്റെയും ഈ ദുർബോധനത്തിൻ്റെ ഇടക്ക് ഫർക്കാക്കാൻ, ഒരു വ്യത്യാസപ്പെടുത്താൻ ഒരു മാനദണ്ഡം വല്ല വെച്ച് നിന്നിട്ടില്ല. അപ്പോൾ ഒരാളും അവൻ്റെ മനസ്സിൽ തോന്നി, അമ്പിയാക്കളില്ലാത്ത ഒരാളും മനസ്സിൽ തോന്നിയത് ഇത് ഇലാഹിയായ കശ്ഫാണ് എന്ന് മനസ്സിലാക്കി അതിന്മ ചാരണം കൊള്ളാനേ പാടില്ല, പറ്റില്ല. ഷറൈനോട് യോജിപ്പിച്ച് നോക്കണം, ഒത്തു നോക്കണം. അപ്പൊ ഷറൈനോട് ഒത്തു നോക്കലെങ്ങനെ?
നമുക്ക് എല്ലാ സംഗതികളും സറായിന്റെ ദലീൽ പ്രകാരം കിട്ടൂല. അപ്പൊ നമുക്ക് നമ്മളെ വിശ്വാസങ്ങളൊക്കെ ശരിപ്പെടുത്തുന്നു ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ 2 ഇമാമുകൾ, അശ്ശരി ഇമാം, മാതുരിദി ഇമാം. അപ്പൊ അവര് ഒരാള് അല്ലാത്തത് പിന്നെ ഒക്കെ പേച്ചു, എവിടെയെങ്കിലും ഓരോന്ന് പേച്ചുണ്ടാവും. ഈ 2 അല്ലാതെ ഒക്കെ പേച്ചതാണ്. ഈ 2ൽ നിന്ന് ഒന്നിനോടൊത്തോ നോക്കണം. ഇനി അയാൾ പറയുന്ന കർമ്മപരമായ കാര്യങ്ങൾ മഹാന്മാരായ മുജ്തഹിദുകൾ, മുൻകാല മുജ്തഹിദ്, നാളെ ഇമാമിയങ്ങളും അല്ലാത്തവരും ഉണ്ട്. അതിനോട് ഒത്തുവന്നല്ലോ നോക്കണം. 4 ഇമാമിയങ്ങളുടെ ഇവിടെ ക്രോഡീകൃതമായതുള്ളൂ. A to Z ക്രോഡീകൃതമായത് 4 ഇമാമുകളാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും ഇമാമിനെ ഒപ്പിച്ചാൽ പോരാ. ഈ 4ൽ ഒരു മദ്ഹബിനോടൊപ്പം അയാളെ കർമ്മങ്ങൾ. ആ മറ്റു മദ്ഹബ് തെറ്റായത് കൊണ്ടല്ല, അവരെ മദ്ഹബ് ക്രോഡീകൃതമല്ലാത്തത് കൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ലാഹിരി മദ്ഹബ് അത് ക്രോഡീകൃതമല്ല. അതിനെ ക്രോഡീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളാണ് ഇബ്നു ഹസം. അദ്ദേഹം അതിനു വേണ്ടി എഴുതിയ കിതാബാണ് അൽ മുഹല്ല ബിൽ ആഥാർ. 11 അല്ലുണ്ട്. പക്ഷേ അതൊന്നും അവലംബിക്കാൻ പറ്റില്ല. എന്തേ പറ്റാഞ്ഞത്? അദ്ദേഹത്തിന് കുറെ വൈകാരികത പിടികൂടി. അയാള് ലാഹിരി മദ്ഹബിൽ അങ്ങോട്ട് പഠിച്ചപ്പോൾ അല്ലാത്ത എല്ലാ മദ്ഹബിനും തള്ളിപ്പറയുന്നത്. അപ്പൊ ഒരു നിഷ്പക്ഷമതിയായ രീതിയിലുള്ള സമീപനമല്ല, ഒരു പക്ഷക്കാരനായി. അതുകൊണ്ടാണ് അയാൾക്ക് അംഗീകരിക്കാത്തത്. ഇബ്നു ഹസം എന്ന് പറഞ്ഞ വലിയ ആള് പേരില് അദ്ദേഹത്തിന് അറിവിലും അങ്ങനെ തന്നെ ഒരുപാട് അറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആരും ഉൾക്കൊണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലം കൽപ്പിച്ചില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ കുഫ്റായിൽ തുറന്ന് പറഞ്ഞ കാണാം, തുഷ്ഫയിലും കാണാം. ഇനി ബഹുമാനപ്പെട്ട സുബുക്കി ഇമാം ജമ്മുൽ ജവാമിയിലും അങ്ങനെ ഒരു പരാമർശം പറഞ്ഞാക്കി കാണാം. സുബുക്കി ഇമാമിന്റെ മറ്റൊരു കിതാബുണ്ട്, അതെന്താ? തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്ര. അവിടെ ഇയാളെ കുറിച്ചുള്ള പരാമർശം വന്നു. അപ്പൊ ആ പരാമർശത്തിൽ ആകാശത്തിന്റെ ചൂടെ എഴുതപ്പെട്ട കിതാബുകളിൽ ഏറ്റവും ദുഷിച്ച കിതാബാണ് ഇയാളുടെ അൽ മിലൽ വന്നഹൽ എന്ന കിതാബ് എന്ന് പറഞ്ഞാണ്. കാരണം കണ്ടമാനം പക്ഷപാതം കുത്തിനിറച്ച ഒരു കിതാബാണ്. അപ്പൊ ഈ നിഷ്കളങ്കമായി 4 മദ്ഹബ് മാത്രമേ ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല, അങ്ങനെ ഉള്ളൂ. ഉസ്താദ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു സൂഫി അല്ലെങ്കിൽ ഒരു സാലിക്ക്, ആ സാലിക്കിന് സൂഫിക്ക് കിട്ടുന്ന കശ്ഫ്, ഒരു സൂഫിക്ക് കിട്ടുന്ന കശ്ഫ് അത് ഈ 4 മദ്ഹബല്ലാത്ത മുന്നേ കഴിഞ്ഞു പോയ മദ്ഹബുകളുമായിട്ട് യോജിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ 4 മദ്ഹബ് വെച്ചിട്ട് ഇതിനോട് 4നോടും ഒക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം അതിനെ തള്ളി പറയാൻ പറ്റുമോ? പറ്റും. അത് സൂഫിന്റെ മാത്രമല്ല, ഇവിടെ തന്നെ ഒരാൾ ആമ്പൽ ചെയ്തു, ഞാൻ സൂഫിയല്ല ഒന്നല്ല, ഞാൻ ആമ്പൽ ചെയ്തത് 4 മദ്ഹബിനും എതിരാണ്. യഥാർത്ഥത്തിൽ ഏതോ ഒരു മദ്ഹബിന് ഒത്തുണ്ടാവും, എന്നാലും ഞാൻ കുറ്റക്കാരനാണ്. കാരണം ഇവരെ കാലശേഷം 4ൽ ഒരു സ്വീകരിക്കണമെന്ന് ലോകത്തിന്റെ ഇജ്മാഉണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം പറഞ്ഞു, സൂഫിയാക്കളെല്ലാം സ്വന്തം തന്നെ ഓരോ മദ്ഹബിനും കഴിവുള്ള അത്ര മാരിഫത്തുള്ള ആൾക്കാരാണ്. എന്നാൽ പിന്നെ എന്തിനാ അവര് മദ്ഹബ് ചേർന്ന് നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വലിയ മാരിഫത്തും കശ്ഫുള്ള ആളാണ്. മൂപ്പർക്ക് മദ്ഹബിന് ആവശ്യമില്ല. പിന്നെന്തിനാ മൂപ്പര് ഷാഫിയായി ഹംബലിയായി എന്നൊക്കെ പറഞ്ഞ ഷാഫിയ്യ ഫസിർ ഹംബലിയ ബിലാ
ഹദിറില്ലി തഹ്താത്ത ബിൽ ഖൈറൈനി മുഅ്തദിലാ എന്ന് പറഞ്ഞില്ല. എന്തിനാത്? അവിടെയും ബഹുമാനപ്പെട്ട സഹറാനി പറഞ്ഞു അവർക്ക് അങ്ങനെ കഴിവുണ്ട്, ശരിയാണ്, അത്ര ഇൽമന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാൾക്ക് തെളിവ് പറഞ്ഞു നോക്കാൻ പറ്റില്ല. എനിക്ക് വിഷമുണ്ടായെന്ന് പറഞ്ഞാൽ തെളിവല്ല. ആ മറ്റൊന്ന് തിരിച്ച് നിങ്ങളാ പറഞ്ഞത് തെറ്റാന്ന് എനിക്ക് വിഷമമുണ്ട് പറഞ്ഞാൽ നിങ്ങൾ തെറ്റാ. നിങ്ങളുടെ സംഗതി പറഞ്ഞു കശ്മുണ്ട്. അപ്പൊ കേട്ട ഞാൻ പറഞ്ഞു ഞാനും കശ്മുള്ളതാണ്. എൻ്റെ കശ്മില് നിങ്ങൾ പറഞ്ഞത് ഹതാന്നാൾക്ക് നിങ്ങളെന്ത്. അപ്പം പിന്നെ ഹുജ്ജത്തിനെ പറ്റണമെങ്കിൽ, തെളിവിനെ പറ്റണമെങ്കിൽ, ആരുടെയും മുമ്പിൽ അവതരിക്കാൻ പറ്റണമെങ്കിൽ അത് ഖുർആനിലോ ഹദീസിലോ ഒക്കെ വന്നിരിക്കാം. അപ്പോൾ ഖുർആൻ എടുത്തതാ, ഖുർആൻ ആയത്ത് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഹദീസ് എടുത്തത് എൻ്റെ കയ്യിലുള്ളത് ബുഖാരിയാണ്, അല്ലെങ്കിൽ മുസ്ലിമാണ്, അല്ലെങ്കിൽ അബൂദാവൂദാണ്, തിർമിദിയാണ്, അത് കാണിച്ചു കൊടുക്കല്ല. അപ്പം അതിൻ്റെ ബലാബലം നോക്കുമ്പോൾ ഹദീസ് ലഈഫാണോ സഹിയാണോ എന്ന് നിങ്ങൾ ആരോപണം പറഞ്ഞു അതിന് മറുപടി പറയാനുണ്ട്. കാരണം അസ്മാഉർ റിജാൽ, ഈ ഹദീസിന്റെ കിതാബിൽ അസ്മാഉർ റിജാൽ ഉണ്ടാവും. കശ്ഫിൽ പറഞ്ഞ ഹദീസിന്റെ ഏതുണ്ടാവുമോ? അസ്മാഉർ റിജാൽ ഉണ്ടാവുമോ? അപ്പോൾ സംശയം തീർത്തു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ കശ്ഫ് കൊണ്ടുള്ള ഒന്നും. അതേ സ്ഥാനത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടതാണ് നമ്മളെ എല്ലാ മാലൂമാത്തും. അതല്ലേ നമ്മളെ ദീനിന്റെ പ്രത്യേകത. ഇസ്ലാമിൻ്റെ ആകത്തുക സത്ത എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും വിശ്വാസവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആത്മീയമായിട്ടുള്ള നിലപാടുകളും എല്ലാം ചേരുമ്പോഴാണ് പരിശുദ്ധമായ ഇസ്ലാം ആകുന്നതെന്നും ആ 3 തലങ്ങൾക്കും സ്വഹാബത്ത് മുതൽ താബിഈങ്ങളിലൂടെ മറ്റു നമ്മുടെ ഇമാമിയങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പരമ്പരയുണ്ടെന്നും അതിലെല്ലാം ഇമാമിയങ്ങൾ അവരുടെ കൃത്യമായ നിലപാടുകൾ നമ്മളെ ബോധിപ്പിച്ചു തന്നുവെന്നും ആ ബോധിപ്പിച്ചിരിക്കുന്ന നിലപാട് ഏതൊരാൾക്കും നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ ബോധ്യപ്പെടാവുന്ന തരത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് തന്നിട്ടുള്ളത് എന്നുമാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഈ സൂഫിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു സംശയം വരുന്നത്, താബിഈങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഷാഫി ഇമാം തങ്ങളെ പോലുള്ളവർ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലുള്ള ആളുകൾ ചിലർക്ക് സൂഫിയാക്കളെ വിമർശിച്ചതായിട്ട് കാണാം, തസൗഫിനെ അല്ലെങ്കിൽ സൂഫികളെ വിമർശിച്ചതായിട്ട് കാണാം. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? സൂഫികൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ കാലത്തുള്ളത് പോലെ ആ കാലത്തും ഇസ്ലാമിന് നിരക്കാത്ത പലതും ഈ സൂഫിസ്റ്റ് കൂടെ കുത്തിക്കേറ്റി. ഇത് ഇപ്പം ഉണ്ടായതല്ല. ഇമാം എന്താണ് സുയൂത്തി ഇമാമ് ഷാദുലി തരീക്കത്തിൽ കൂടെ ജീവിച്ച ആളാണ്. അപ്പം ഈ ഷാദുലി തരീക്കത്തിന് വിമർശിച്ച ഒരു കൂട്ടരുണ്ടായി അക്കാലത്ത്. അപ്പം അവർക്ക് മറുപടിയായി എഴുതിയ കിതാബാണ് സുയൂത്തി ഇമാമിൻ്റെ ഒരു കിതാബുണ്ട്, തഅയീദുൽ ഹഖീഖത്തിൽ അലിയ്യ വ തശീദു തരീഖത്തി ഷാദുലിയ എന്നാണ് ആ കിതാബിൻ്റെ പേര്. അപ്പം ആ കിതാബിൽ ബഹുമാനപ്പെടുവോ പറഞ്ഞു കാണും, എല്ലാ കാലത്തും സൂഫിയാക്കളിൽപ്പെട്ട ചില ആളുകൾ തസവ്വുഫിൽ ദസ് നടത്തി കൂട്ടിക്കയറ്റി, തസവ്വുഫിൽ പെടാത്ത ചില സംഗതി കൂട്ടിക്കയറ്റി. അപ്പോൾ ഖാലിസായ നിലക്കുള്ള തസവ്വുഫ് കിട്ടാൻ വലിയ പണിയായി. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്ക് വലിയ ഫിത്നയായുള്ളത്. അപ്പം ചിലർ മൊത്തത്തെ വിമർശിച്ചിട്ട് ഇവരെ ഈ തസവ്വുഫിന് ഒന്നും ശരിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ അവർ തസവ്വുഫിനെ പാടെ കുറ്റം പറഞ്ഞു. വേറെ കൂട്ടർ അതിന് ഹക്ക് പോലെ തെറ്റി പറഞ്ഞവരെ തെറ്റാക്കി. അതാണ് അഹമ്മദ് ഹംബലിനും അതുപോലെ നമ്മളെ ഇമാമിങ്ങൾക്ക് കിതാബിൽ കാണുന്നു. അന്നും ഈ തസവ്വുഫിൽ സൂഫിയാക്കളിൽ ഹക്കായി ഉള്ള സൂഫിയാക്കളൊന്നും കാണാത്ത പറയാത്ത ചില സംഗതികൾ ഇവർ പറയും. അത് ഇസ്ലാമികമല്ല എന്നവർ പറയും. അത് പറയൽ ബാധ്യതയാണല്ലോ. ആ നിലക്ക് പറഞ്ഞതല്ലാതെ തസവ്വുഫ് മിൻ അസ്ലിഹി തെറ്റാണെന്ന് നമ്മൾ
പറയുന്ന നമ്മൾ ഉലമാക്കൾ അവരാരും പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയനെ പോലത്തെ ചില ആൾക്കാർ തസൂനെ പാടെ നോക്കി തള്ളി പറഞ്ഞു. അങ്ങനത്തെ ചില ആളുകളാണ് തള്ളി പറഞ്ഞത്. അപ്പോൾ തസവുഫിലെ കള്ളനാണയങ്ങളെ തള്ളിക്കളയുക, അതിനെ എതിർക്കുക എന്നത് ഇക്കാലത്ത് നമ്മൾ തുടങ്ങി വെച്ച ഒരു ശൈലിയല്ല. നേരത്തെ അയിമ്മത്ത് നിർവഹിച്ചതിൻ്റെ പിന്തുടർച്ച മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ചെയ്യുന്നത് അയിമ്മത്ത് നേരത്തെ ചെയ്ത അതേപോലെ അതിൻ്റെ പിന്തുടർച്ച. ഹക്കായ തരീക്കത്തിനെ ഹക്കായി കാണുകയും ബാത്തിലായ തരീക്കത്തിനൊക്കെ വിമർശിക്കുകയും ചെയ്യാം. ഇപ്പൊ 11 തരീക്കത്തായി തരീക്കത്തുകൾ മൊത്തം എന്ത് ചെയ്തു? തിരിച്ചു. ബഹുമാനപ്പെട്ട അശ്ശൈഖുൽ അഅ്ലം ഖുത്ബുൽ അഖ്താബ് തങ്ങൾ, എന്നിട്ട് അതിൽ മൂപ്പര് പറഞ്ഞു തരീക്കത്തുകാർ 12 വിഭാഗമുണ്ട്. അതിൽ 11 വിഭാഗവും അലൽ ബാത്തിൽ, 11 വിഭാഗവും ബാത്തിലുമില്ല. ഒരു തരീക്കത്ത് മാത്രമേ ഹക്കായ തരീക്കത്തുള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅന്റെ അഖീദന്റെ മേലിൽ കൂടെ പോയവർ. അല്ലാത്തവരൊക്കെ അഖീദി വെച്ചേക്കണ്. എന്താ? അള്ളാഹുവിൽ നിന്ന് 2 വഴി, നുബുവ്വത്തിന്റെ വഴിയും വിലായത്തിന്റെ വഴി. അതങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ 2 വഴിയില്ല, പശ്ചാത്തലമാണത്. അതിൻ്റെ മേലെടുത്തുണ്ടാക്കിയിട്ടാണ് നുബൂത്തന വേക്കാണ് നിങ്ങൾ ഈ പറയുന്ന സംഗതിയൊക്കെ. ഞങ്ങൾ ഈ വിലായത്തിന് വേക്കുള്ളതാണ് പറയണത്. അത് നിങ്ങൾ ഈ പറഞ്ഞ ബാധകമല്ല. നമ്മളെ പറഞ്ഞ ഫിഖുമൊക്കെ ഇതൊന്നും അതിന് ബാധകമില്ല. കാരണം നമ്മൾ പറഞ്ഞൊക്കെ വിലായത്തിന് വഴിയല്ല, നുബൂവത്തിന് വഴിയാണ്. നമുക്കൊരു ഒലിയില്ല. ഒരു ഒലിയിനെത്തിച്ചാൽ പോലെ പിന്നെ വിലായത്തിന് വഴിയായതുകൊണ്ട് മറ്റവർക്ക് ഹറാമായതും ജാഹിറാവും. പല വിശ്വാസം നബിതങ്ങൾ വന്നിട്ട് കള്ളുകൂടി ഹറാമാണ് ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ഇവര് വിലായത്തിന്റെ വഴി പറയും അത് അയാൾക്ക് കള്ളുകൂടി ഹറാമാവില്ല. അയാൾ കള്ളുകൂടി ചോദിച്ചിട്ട് അയാൾക്ക് അങ്ങനത്തെ പ്രശ്നം വരില്ല. ഇങ്ങനത്തെ ചില ആളുകൾ അപ്പൊ ഒന്നുമില്ല. ഞങ്ങളെ ഷെയ്ഖ് കള്ളു കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിപ്പോൾ അങ്ങനെ നോക്കണ്ട. അത് ഇതിപ്പോ വേറെ സിറായ സംഗതിയാ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല, അല്ലേ? അതാണ് ഇവരുടെയൊക്കെ ഈ കള്ളന്മാരെ മുഴുവൻ കള്ളത്തരതാ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഈ ശരീരത്തിന് വഴിയാണ് പറയുന്നത്. ഇവർക്കൊരു മറഞ്ഞ വഴി പറഞ്ഞു. ഉസ്താദ് ഈ പറഞ്ഞതില്ലേ, നമ്മൾ സഞ്ചരിക്കുന്നത് ബഹുവന്യരായ ഇമാമുകളുടെ വഴിയാണ്. അതായത് അക്കാലഘട്ടങ്ങളിലും ഇമാമുകളുടെ കാലഘട്ടങ്ങളിലുമൊക്കെ തരീഖത്തുകളുടെയും അല്ലെങ്കിൽ ആത്മീയതയുടെ വഴിയിലുമൊക്കെ കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാൻ ഇമാമുകൾ അഹോരാത്രം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെതിരെ ചില ആളുകൾ വിമർശനം പറയുന്നത് എവിടെ തരീഖത്ത് രംഗത്ത് വന്നാലും അതിനെതിരെ വിമർശിക്കുന്ന ഒരാളെന്നാണ്. ഉസ്താദ് സമസ്തയുടെ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ ഉസ്താദിന് മുന്നേയുള്ള പണ്ഡിതന്മാർ ഏത് തരത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ആളുകളെ നേരിട്ടിരുന്നത് എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മളെ തൊട്ട് അടുത്ത് ജീവിച്ച പണ്ഡിതന്മാരിൽ ബഹുമാനപ്പെട്ട കെ ഹസൻ മുസ്ലിയാർ നമ്മളെ വഴികാട്ടിയാണ്. അദ്ദേഹം ഈ പുതിയ പേരിൽ വരുന്ന തരീഖത്തുകളൊക്കെ പഴയ തരീഖത്തുമായി ബന്ധമുണ്ടോ ഇല്ലേ നോക്കും. അത് നോക്കണം, അത് വേറെ വിഷയം. മൂപ്പരങ്ങനെയാണ്. അവരാരും സ്വീകരിച്ച വഴിയല്ല ഈ വഴി, എന്നാ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. കാരണം എന്താ? അത് എവിടെയെങ്കിലും തെറ്റുണ്ടാവും. ബഹുമാനപ്പെട്ട ജമ്മുൽ ജവാമിൽ പറഞ്ഞാണ്, ജമ്മിന്റെ ലാസ്റ്റില് ചിലർ കിതാബ് ഓതി ജമ്മക്ക് എത്തൂല, അപ്പൊ കാണാതെ പോവാ. എന്താ പറഞ്ഞാണ്? തസവ്വുഫിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സൂഫിയ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിൽ കൂടെയാണോ ഈ തരീഖത്ത്? ആണെങ്കിലേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. കാരണം ജുനൈദിന്റെ വഴിയല്ലാത്ത വഴിയൊന്നും മുഹററില്ല.
ജുനൈദ് തങ്ങളെ വഴി മുഹററുൻ അലാ തരീഖത്തിൽ കിതാബി വസുന്ന, ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ തഹരീർ ചെയ്യപ്പെട്ട വഴിയാണ് ജുനൈദ് തങ്ങളെ വഴി. ജുനൈദ് ഇല്ലാതെ ഇവര് ഏതെങ്കിലും വഴി കൊണ്ടാകും സ്വീകാര്യല്ല. അപ്പൊ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മളെ മശായിഖുമാരൊക്കെ ജുനൈദിന്റെ വഴി കൊണ്ടുണ്ടാകും. അതിനോട് എതിരായ തരീഖത്താണെങ്കിൽ മൂപ്പരിക്കില്ല. മൂപ്പര് പറയും, അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മളെ അടുത്ത കാലത്തോട് ജീവിച്ചു പോയ എത്രയോ ആൾക്കാർ, മഹാനായ ഖുത്ബി ഉസ്താദ് ഒരു ലാഹിറൻ പണ്ഡിതൻ മാത്രമല്ല, ഉഖറവിയായ ആലിമാണ്. ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു, എടാ ഇവിടെ നമ്മളെ അഖീദ അശരിയ അഖീദയാണ്, നമ്മളെ ഫിഖ് ഇവിടുത്തെ ശാഫി ഫിഖാണ്. അതുകൊണ്ട് സറോല്ലക്കായതൊക്കെ എതിരായ അഖീദയും ഫത്തുൽമുനെതിരായ ഫിഖിറ്റ് ആര് വന്നാലും ഇവിടെ അവർക്ക് ഇടം കൊടുക്കും, അവിടെ തള്ളിക്കളയാൻ എന്ന് പറയാറുണ്ടായിരുന്നു. അത് ഇതിന്റെ കാരണമാണ്. അപ്പൊ നമ്മളെ അവരെ വഴിയോടാണ് പിന്തുടർന്നത്. ഇതേ വഴിയിലുണ്ടായി പെരുത്താലുമേ ബഹുമാനപ്പെട്ട പുറത്തിയിൽ മൂസാൻകുട്ടി മുസ്ലിയാർ റഷീദുദ്ദീൻ മൂപ്പർക്കൊരു ലക്കമുണ്ട്. ആ മൂപ്പര് തിരൂരങ്ങാടി എപ്പോ വന്നാലും പ്രസംഗിക്കാൻ കയറിയ സ്റ്റേജ് ഉണ്ട്. അതിപ്പോ അടുത്ത കാലത്തേറ്റ് ഇപ്പോ സ്റ്റേജ് പൊളിച്ച ഉടനെ കൂടി കെട്ടുണ്ടാക്കി. അപ്പൊ ആ നഗറിന്റെ പേര് റഷീദ് നഗർ എന്നാണ്. റഷീദ് മൂസാൻകുട്ടി മുസ്ലിയെ പ്രസംഗിക്കാൻ വേണ്ടി മൂപ്പര് വഹാബി മൗദൂദി തുബലീഗ് പുറത്തിയും ഈ കള്ളത്തെരീക്കത്തെറിയും ഒക്കെ വിമർശിക്കണം. വിമർശനത്തിൽ വേറെ കാരണമൊന്നല്ല, കാരണം നമ്മളെ ഫിഖിനൊക്കാത്ത മസലൂല് പറയും, നമ്മളെ അക്കീദത്തൊക്കെ ഒക്കാത്ത സംഗതിയും പറയും. അതിനെതിരിലാണ് ബഹുമാനപ്പെട്ടവർ അന്ന് പറഞ്ഞത്. ആ മദ്ഹബിനെ എനിക്കുള്ളൂ. ഞാൻ ഹക്കായ തെരീക്കത്തിനും ഹക്കായ തസവ്വുഫിനൊക്കെ ഞാനും അംഗീകരിക്കുന്നു. എനിക്കൊണ്ട് ശൈഖന്മാര് എല്ലാവരും സമ്മതിക്കുന്ന ശൈഖന്മാർ, നല്ല ആർക്കും അറിയാത്ത ഒരു കള്ളച്ചങ്ങായിന് ഞാൻ അങ്ങനെ ശൈഖ, അതില്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ നമ്മുടെ താജുൽ ഉലമ തങ്ങളടക്കം എൻ്റെ ശൈഖുമാരാ. ഞാൻ അവരോടൊക്കെ പറയുന്നതാ, ഓരോരുത്തർക്ക് ഉസ്താദന്മാര് നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഉണ്ട്, പിന്നെ ശൈഖന്മാര് വേറെ ചില ആൾക്കാരുണ്ട്. ചില പെണ്ണുങ്ങളായി അവരെ കെട്ടിയ നേരെ ഭർത്താക്കളുണ്ട്, ചില കള്ളപുതിയപ്പുള്ളവരുമുണ്ട്. എന്ന പോലെ എനിക്കില്ല. എൻ്റെ ശൈഖന്മാര് നമ്മളെ ഉസ്താദന്മാര് തന്നെ. അതുകൊണ്ട് തസവ്വുഫ് സംബന്ധമായി ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും തരണം. ഞാൻ തങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പൊ തങ്ങളെ വഫാത്തിന് മുമ്പ് ഖാദിരിയത്തിന് കയറുന്നു. അപ്പൊ ഖാദിരിയത്തിനടുക്ക് തന്നെ ഞാനടുത്ത് വാങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ. പിന്നെ എം.എ. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ ഇവിടുന്ന് ഇപ്പൊ വയസ്സൂറായി, താജുലും വഫാത്തായില്ല, എനിക്ക് വേറെ ശൈഖന്മാരാവില്ല, ഇവിടുന്നുള്ളതൊക്കെ തന്നെ. ഉസ്താദിന് ഒരുപാട് ഉസ്താദന്മാരെ ബന്ധമുള്ളതാണല്ലോ. അതുകൊണ്ട് എൻ്റെ ആത്മീയ ഗുണത്തിന് എന്തെയും തരണം. അപ്പൊ അങ്ങനെ ആവശ്യം ഞാൻ എന്താ പങ്കുവെക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പല ഉസ്താദന്മാരെയും ഉസ്താദ് കണ്ടതല്ലേ, എത്ര ആൾക്കാരെ സമീപകാലത്ത് അത്ര ആത്മീയായിട്ട് ബന്ധമുള്ള ഒരാൾ പറഞ്ഞത്. അപ്പൊ അതിനെ പാങ്കക്കാരനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. പാങ്കാരൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു ചെറിയ ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തരാം അൽഹംദുലില്ലാ. അപ്പൊ ആ നിലക്ക് എം.എ. ഉസ്താദിന്റെ ശൈഖാണ്, താജുൽമന്റെ ശൈഖാണ്. എം.എ. ഉസ്താദ് തന്നത് എല്ലാ നിസ്കാര ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖവേന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അങ്ങനെ 11 വട്ടമില്ല. ഇത് പാങ്കാരൻ എനിക്ക് തന്നതാണ്.
ആ കപ്പടി നിങ്ങൾക്ക് ഞാൻ തിന്നു പറഞ്ഞു. ഇങ്ങനെ എൻ്റെ തരീക്കത്ത് എന്നല്ലാതെ നമുക്ക് പിടുത്തല്ലാത്ത ചില ആളുകൾ അവരെ ഏതേതാ സ്തുതി ഏതാന്ന് നമുക്കറിയില്ല. അവരെന്തെങ്കിലും പറഞ്ഞു വന്നാലും നമ്മൾ സ്വീകരിക്കില്ല. അപ്പോ ഉസ്താദ് മറ്റുള്ളവരെ സ്വീകരിക്കാത്തത് അതൊരു സൂക്ഷ്മതയുടെ തരീക്കത്താണ് അല്ലേ? അതായത് അതിൽ പെട്ടുപോകണ്ട എന്ന് പേടിച്ചിട്ടുള്ളൊരു സൂക്ഷ്മതയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ചില ഫസാദ് നമ്മൾ നേരെ കാണുന്നുണ്ട് അവർ തരീക്കത്ത്. അത് ഷറയിൽ പറഞ്ഞതിന് നേരെ എതിരാണ്. ആ കാരണം കൊണ്ട് ആ തരീക്കത്ത് തെറ്റാണെന്ന് പറയുകയും നമ്മൾ ഒഴിവാക്കുക മാത്രമല്ല തെറ്റാണെന്ന് പറയുകയും. അപ്പൊ രണ്ടു തരമുണ്ട്. ഒന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ എന്താ അതിൻ്റെ സത്യം അസത്യം നമുക്ക് അറിയില്ല, നമുക്ക് അതിന് വിശ്വസ്തത കിട്ടില്ല. ഇന്ന തെറ്റും തെറ്റ് പറഞ്ഞപ്പോൾ കാണുന്നില്ലെങ്കിലും അതിൻ്റെ തെരീക്കത്ത് ഹക്കായ തെരീക്കത്താണെന്ന് അറിയുമ്പോഴാണല്ലോ. കാഴ്ച തെറ്റൊന്നും ഇല്ലാത്തൊക്കെ സ്വീകരിക്കാൻ പറ്റുക, അത് പറ്റില്ല. തെരീക്കത്ത് ശരിയാവും വേണം. നമ്മൾ കൂടുതൽ തെരീക്കത്ത് തെറ്റൊന്നുമില്ല എന്ന് കണ്ടാൽ മാത്രം പോരാ, അത് ശരിയാവും വേണം. എങ്ങനെ ശരിയാവല്? ഒന്നതിൻ്റെ സനത് തന്നെ ശരിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുത്തുന്ന പരമ്പര അതിനുണ്ട് എന്ന് കൂടിപ്പറഞ്ഞു. അപ്പൊ അതാണ് ഏത് തെരീക്കത്തിനും വലിയ സംഗതി ഇൻസാനിതാണ്. ഇതില്ലാത്തതാണ് ഇന്നിപ്പം നമ്മളുടെ ഈ തെരീക്കത്തൊക്കെ. അവർക്ക് സ്ഥാനത്ത് എന്താ സ്ഥാനത്ത് അറിയില്ല. അതല്ലേ ഇൻസ് ആ തെരീക്കത്തെ സംസാരിക്കുമ്പോഴറിയില്ല, അവർക്കറിയില്ല. അവരിങ്ങനെ പദപ്രയോഗം മാത്രം കേട്ടുള്ളൂ. നേരത്തെ ഇതിനെ പറ്റി പറഞ്ഞ പോലെ വാഹിദത്തുൽ ജൂദ് വെറും അദ്വൈതം എന്നാണ് ഒരു കൊടുത്ത അർത്ഥം. വാഹിദത്തുൽ സൂഫിയാക്ക് കൊടുത്ത അർത്ഥം അദ്വൈതമല്ല. അത് ഇവരീ പറഞ്ഞ അദ്വൈതവാദം വാഹിദത്തുൽ ജൂദിന് ഒരു മയനയായി അവർ കൊടുത്തതാണ്. അതാണ് അങ്ങനത്തെ പദങ്ങൾക്കൊക്കെ അതിന് യഥാർത്ഥമായ സൂഫിയാക്കൊക്കെ അറിയില്ല. അത് പറഞ്ഞു വന്നത് നമ്മളെ മഹാന്മാരായ ഉസ്താദുമാർ, മശായിഖ്മാർ അവർ തന്നെയാണ് നമ്മുടെ ഷെയ്ഖുമാർ. പക്ഷെ നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞു പോയ ഉസ്താദുമാരുടെ ജീവചരിത്രം വായിച്ചു നോക്കുമ്പോൾ അതിലൊക്കെ അവർ ദർസ് പഠിച്ചു. അതിനുശേഷം അവർ തഹ്സീലായി ബിരുദമെടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാബു ഉസ്താദിനെ പോലെ അതുപോലെ കക്കിടിപ്പുറം ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളെ പോയി കണ്ട് അവരിൽ നിന്ന് ആത്മീയ സരണി സ്വീകരിച്ചതായി രേഖപ്പെടുത്തി കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ്, ഇവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, മാത്രമല്ല ഇവരെ പോലുള്ള ആളുകളെ പറഞ്ഞിട്ടാണ് പുതിയ കാലത്ത് പലരും രംഗത്ത് വരുന്നതും. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ രണ്ടുപേരെയും നേരിട്ട് ബന്ധമുള്ള ഞാൻ നേരിട്ട് ബന്ധന ഒരു ദിവസത്തെ രണ്ട് ദിവസമല്ല, കാലങ്ങളോളം ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ ഞാനും ഇതേപോലെ ഇവരൊക്കെ ദർസിൽ പഠിച്ച് ഉന്നതി നേടിയ ആളുകളാണ്. ഇപ്പൊ ഇവർ ഇങ്ങനെ ഒരു വഴിയിലാണല്ലോ. അപ്പൊ ആ വഴിയിൽ നമ്മളെയും പിടിച്ചാക്കിയല്ലേ വലിയ ഗുണമായിരുന്നു എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറ ഉസ്താദിനെയും ബാപ്പു മുസ്ലിയാരെയും പലവട്ടം കാണാൻ പോകും. എന്തിനാ പലവട്ടം പോകണം? ഒരുക്കപ്പ് ചെന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ പോകും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണേ, ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ പുതിയ ആൾ ചെയ്യുന്നത് പോലെ അവർ കണക്കാക്കും. ഓൾക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നാ എപ്പോഴും ചെല്ലുമ്പോൾ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് പേരെ അരികിലും ഞാൻ ചെല്ലുമ്പോഴൊക്കെ പറയും, നിങ്ങൾ ദർസ് പഠിക്കല്ലേ, കോട്ടൂർ ദർസല്ലേ പഠിക്കണേ? അപ്പൊ നന്നായി പഠിച്ചോളി. പഠിക്കണ കാലത്ത് അത് ചെല്ലാന്നല്ലാതെ വേറെന്തെങ്കിലും ചൊല്ലി കണ്ട് സമയങ്ങളെ നിൽക്കുക. നമ്മൾ അങ്ങനെ ആർക്കും അങ്ങനെ ചെല്ലാനൊന്നും നോക്കില്ല. പിന്നെ ആർക്കെല്ലാം കൊടുക്കല്, അവന് പിന്നെ ഈ ചെല്ലലില്ലെങ്കിൽ ഓലല്ല ദൈവത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ അവർക്ക് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അത് വാപ്പുലേ പറഞ്ഞു. അതിനാണ് ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ദിക്ർ നടത്തുന്നത്. മുത്തല്ലിമീങ്ങൾക്ക് ചെല്ലാനില്ല. നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഇശാമരുമ്പിന്റെ ഇടയും വെറുതെ അങ്ങാടി കിട്ടുന്നു ഒത്താൻ പറയുമ്പോ നിങ്ങൾ പള്ളിയും കൂടിയാണ് ദിക്റിനെയും കൊള്ളി അങ്ങനെ ദിക്ർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശരിക്കും പഠിച്ചോളി. ഈ പഠനത്തിന് താല്പര്യപ്പെടുത്തല്ലാതെ ഈ രണ്ട് മഹാന്മാരും ഒരിക്കലും നമ്മൾ തന്നില്ല.
പിന്നെ ബാപ്പൂലെ പാപ്പന്റെ ദിവസത്തിന്റെ അവസാന സമയത്ത് അദ്ദാതൊക്കെ ചൊല്ലിക്കോളി, അതൊക്കെ തന്നെ ചെല്ലാറുണ്ട്. മുത്താലിമീങ്ങൾക്കും മുദരിസുമാർക്കും ഒക്കെ ചെല്ലാറുള്ളതാണ്. നമ്മൾ നേരത്തെ ചെല്ലാണ് അത് ചൊല്ലി. ബഹുമാനപ്പെട്ട കക്കടുപുറ ഉസ്താദിനോട് ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ടു മറദി ഒന്ന് പോകാൻ വേണ്ടി. അങ്ങനെ അവസാനം ചെന്നപ്പോ ഞാൻ കൂട്ടുസ്ഥാൻ ദർസ് ഒഴിവാക്കി പോവാണ്. അപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ വലിയ എളുപ്പ പോണം, ഇനി ദൈവബന്ധുക്കാണ്. അപ്പൊ ദൈവബന്ധു പഠിപ്പിക്കാൻ പോവാ? അല്ല, ഞങ്ങളോട് പറഞ്ഞ് പഠനം കഴിഞ്ഞിട്ടില്ലേ, നിങ്ങളിപ്പോഴും പഠിച്ചാൻ പോകുന്നല്ലേ. അപ്പൊ ദൈവബന്ധു പഠനം കഴിയട്ടെ, എന്നിട്ട് തരാം. അങ്ങനെ ദൈവബന്ധു പഠനം കഴിഞ്ഞു വന്ന് ഒരു വർഷം ദർസ് നടത്തി പുരിയാട്. 2ാം കൊല്ലത്തിൽ ഞാൻ കലക്കത്തൂര് 2ാം മുദരിസായി സാറ് കേട്ടു. അവിടുത്തെ 1ാം മുദരിസ് ഒക്കെ ഉസ്താദിന്റെ ഒക്കെ കൂടെ പഠിച്ചു. 2 കൊല്ലത്തെ ഭാര്യയായതാണ് വലിയ ബാപ്പുട്ടി മുസ്ലിം എന്നുള്ള വയസ്സായ ഒരാളുണ്ട്. മൂപ്പരെടുത്ത് 2ാം മുദരിസായിട്ട് ഞാൻ കയറി. അപ്പൊ അവിടുത്തെ ദർസിൽ തീർന്ന കൊല്ലം, അപ്പൊ എന്റെ ദർസിന് 2ാം കൊല്ലം ഞാൻ പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ ദർശോക്കാം? കഴിഞ്ഞ കൊല്ലം തുടങ്ങിയാണ് ദർസ്, കഴിഞ്ഞ കൊല്ലം ഞാൻ കൂരിയാടായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ നിങ്ങളോട് ഞാൻ വോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാമെന്നല്ലോ. അത് ശരിയാ. അപ്പൊ നിങ്ങൾ സലാത്തുന്നസിയാൻ പതിവായി കൊടുക്കും. ഇസ്ലാമവരബിന്റെ ഇടയിൽ സലാത്തുന്നസിയാൻ പതിവായി കൊടുക്കും. ഇത് ഒരു തെരീക്കത്തല്ല, ഒരു ദിക്ർ ചെല്ലാണ്ട് ഇജാത്തപ്പതുന്നു. ഞാൻ കമ്പിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, സലാത്തുന്നസിയാൻ എന്താന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തേ കബൂൽ ചെയ്ത്? നിങ്ങൾ കബിൽക്ക് പറഞ്ഞല്ലോ, ചെല്ലാൻ കിട്ടാതെ പിന്നെ എങ്ങനെയും കബൂലാക്കി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞങ്ങളെ തൽക്കത്തോട് ബാപ്പുട്ടി മുസ്ലിം കുറെ വായ്പകളും അറിയുന്നാളാ, മൂപ്പർക്ക് കിട്ടുമായിരിക്കും വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. മൂപ്പർ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ചോദിച്ചു. ഇല്ല, എന്നാ ഇത് കൂടെയാണ്. അപ്പൊ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാല നിഹായത ലികമാലിക വഅദതി കമാലിക്. ഇത് എണ്ണം തയ്യനാക്കേണ്ട ഇസ്ലാമാരിബിനടി ചെല്ലുക. അതിന് ഇജാസത്ത് ഉണ്ടാവും. ഈ ഒറ്റ ഇജാസത്താണ് ബഹുമാനപ്പെട്ട മുപ്പതിന് കിട്ടിയത്. അതെനിക്ക് വലിയ ഫലവത്തായിട്ടുണ്ട്. ഇസ്ലാമാരിബിനടി അതത് തയ്യനാക്കാതെ 1 വട്ടാണെങ്കിൽ 1 വട്ടം, 100 വട്ടാണെങ്കിൽ 100 വട്ടം വയറും അഴിയാനായ അതത് ചെല്ലാനാണ്. ഇങ്ങനെ ഒരു ഇജാസത്താണ് ബഹുമാനപ്പെട്ട തക്ലിപ്പോ. അപ്പൊ ഞാൻ ബാപ്പുട്ടി മുസ്ലിം എന്നപ്പോ ബാപ്പുട്ടി ചോദിച്ചു, എന്തേ മുപ്പത് പറഞ്ഞു വെച്ചു. അപ്പൊ സലാത്തുന്നസിയാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ മൂപ്പർ സലാത്തുന്നസിയാനാ അതെന്താ? അപ്പൊ ഞാൻ ഇത് പറഞ്ഞു. അപ്പൊ മൂപ്പര് അത് എഴുതിയെത്തു. പിന്നെ ഇപ്പൊ 2 കൊല്ലം മുമ്പ് നമ്മുടെ ജാമ്യായി കമ്മി വെച്ച് ഞാൻ സഅദത്തുദ്ദാറൈനി നബ്ഹാനിന്റെ അപ്പൊ അതിലുണ്ട് ഈ സലാത്ത്. അപ്പൊ അതില് ഒരു അടിക്കുറിപ്പ് കൊടുത്ത ഹക്കീക്കാരൻ ഉണ്ടൂർ അലിയു സബാമല്ലസി ഉണ്ടൂർ അസ് എന്നുണ്ട്. അപ്പൊ ആ പേജും നമ്പറും ഞാൻ നോക്കി. അപ്പൊ ഈ സലാത്തിന്റെ ബഹുമതിയും പറയുന്നു. മറന്ന സംഗതികളൊക്കെ ഓർമ്മ വരും. നമ്മളൊരു സംഗതി ഓർമ്മയാക്കി വെച്ചാൽ ഇത് പതിവാക്കിയാൽ മറക്കൂല എന്നുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഏതും കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മുസ്തനതൊന്നും മുപ്പത് പറഞ്ഞില്ല, സലാത്തുന്നസിയാൻ പതിവാക്കാൻ പറഞ്ഞു ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മളും ചെയ്യണ സംഗതി തന്നെ.